അപ്പോ എല്ലാവർക്കും നമ്മുടെ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്, കണ്ടാ അറിയാം. എത്ര എണ്ണം തോറ്റു സുദീപ്? 5 അല്ലേ? എന്താണ് എവിടുന്ന് തുടങ്ങണം, എന്താ തുടങ്ങണം എന്നൊക്കെ ഒരുപാട് ആലോചിച്ചു. നമ്മൾ ഇന്നത്തെ മാച്ച് കണ്ടിട്ട് നമുക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, ഇമ്മീഡിയറ്റ്ലി ഒരു പോഡ്കാസ്റ്റ് ചെയ്യാന്ന് നമ്മൾ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഒന്ന് എല്ലാരും അവരുടെ ഒരു മെന്റൽ സ്പേസിലേക്ക് ഒന്ന് തിരിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് ഇരിക്കാം എന്ന് തീരുമാനിച്ചു. സ്ലോട്ട് ഔട്ട് വിളിക്കുന്ന കുറെ ടീം ഉണ്ട് കേട്ടോ ഓൾറെഡി. പിന്നെ സ്ലോട്ടിന് ടൈം കൊടുക്കണം, പ്ലേയേഴ്സ് ആണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട് കുറെ ആൾക്കാർ. സല പ്രശ്നമെന്ന് പറയുന്നവരുണ്ട്, വാൻഡൈക്ക് പ്രശ്നമെന്ന് പറയുന്നവരുണ്ട്. ഇത് നമ്മുടെ ഫാൻസ് മാത്രമല്ല, കേരള റെഡ്സിലെ ഫാൻസ് മാത്രമല്ല, ലിവർപൂൾ ഇതുണ്ടല്ലോ, ലിവർപൂളിന്റെ ഒരു ബബിളിന്റെ അകത്ത് എല്ലാ ടൈപ്പ് ഒപ്പീനിയൻസും വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഹൗ ഡിഡ് ഇറ്റ് ഗോ റോങ് സോ ഫാസ്റ്റ്, സോ ബാഡ്, ഓർ ഇസ് ഇറ്റ് ജസ്റ്റ് എ ബ്ലിപ്പ്? എന്താണ് ഓബിൻ? എനിക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ അങ്ങിടുകയാണ്. ആക്ച്വലി അത് സെയിം സാധനം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ബൈ നൗ. കാരണം ഇപ്പോൾ ന്യൂ പ്ലേയേഴ്സ് വന്നു, ഒരു ബെഡിങ് ടൈം, ജെല്ലിങ് ടൈം എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. ആൻഡ് അതിൽ തന്നെ പല പ്ലേയേഴ്സിനും എല്ലാവരും ഒരുമിച്ച് കളിച്ചിട്ടില്ല. ഫ്രിംപോങ് ഇൻ ആൻഡ് ഔട്ട്, ഇസാക്ക് മോർ ഔട്ട് ദാൻ ഇൻ. എക്കിറ്റിക്ക് അവിടെ ഉണ്ട്, പിന്നെ റെഡ് കാർഡ് വാങ്ങി പോയി ഇടയ്ക്ക്, അപ്പൊ ഒരു ബ്രേക്ക് വന്നു. മെക്കാലിസ്റ്റർ ഇസ് നെവർ ഫിറ്റ് അറ്റ് ദിസ് പോയിന്റ്, ടിൽ ദിസ് പോയിന്റ്. ടൂ മെനി ബ്രേക്സ് നടക്കുന്നുണ്ട്. അപ്പൊ അത് ആയിരിക്കാം, പക്ഷെ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ആക്ച്വലി. ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ മാനേജർ അങ്ങനെ പിൻ പോയിന്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. ഇറ്റ്സ് എൻറ്റയർ ഇഷ്യൂ കമ്മിങ് ഫ്രം മാനേജർ ടു let's say Rio, to the youngest in Rio. So basically everywhere there are issues. അതെല്ലാം കൂടി ഒരു കോമ്പൗണ്ട് ആവുന്നുണ്ട്. ആൻഡ് when we start losing our pressure കൂടി വരും. എന്തായാലും first time we are being called, clearly called as favorites. നമ്മളെ entire lifetime നോക്കുകയാണെങ്കിൽ this has never happened. Last time also we were a very bad defending champions, if you remember. Yeah. നമ്മുടെ പുതിയ മെമ്പർ ഉണ്ട്, നമ്മുടെ പുതിയ പോഡ്കാസ്റ്റിലെ സ്വരൂപ്, തോറ്റതോടെ തൊപ്പിട്ടിരിക്കുന്നവൻ. അപ്പോ എന്താണ് സ്വരൂപ അവസ്ഥ? ഇപ്പൊ കഴിഞ്ഞ സീസണിലെയും ഇപ്പോഴത്തെ സീസണിലെയും കുറച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഡിഫറൻസ് നമുക്ക് കാണാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താണെന്നറിയില്ല, ഈ സ്റ്റെബിലിറ്റി ഒട്ടുമില്ല ടീമിന്. അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ അങ്ങോട്ട് പോവുക, ഷട്ടിൽ റണ്ണായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വിടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ മിഡ്ഫീൽഡേഴ്സ് ഓടി നടക്കണം. അവര് വയ്യാൻ്റെ ആവാണ്, വേറെ ഒന്നും നടക്കുന്നില്ല. പ്രസിംഗ് ഫ്രണ്ടിൽ ഇല്ല. ബോളും കൊണ്ട് അറ്റാക്ക് ചെയ്ത് അവിടെ പോവുക, ബോൾ കിട്ടിയാൽ ഉടനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അവിടെ നിന്ന് ബോൾ ലൂസ് ചെയ്യുന്നു, തിരിച്ചിറങ്ങി വരിക, അങ്ങോട്ട് ഷട്ടിൽ റൺ തന്നെ, കൗണ്ടർ വരും, ഇങ്ങോട്ട് ഓടി വരും. ടയേർഡ് ആവുകയാണ്, അല്ലാണ്ട് വേറെ ഒന്നും നടക്കുന്നില്ല. നമുക്കൊന്നും ടാക്ടിക്കലി എന്തെങ്കിലും അപ്രോച്ച് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തോന്നുന്നുമില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. ആദ്യത്തെ 4-5 കളി അടുപ്പിച്ച് ജയിച്ചത് അത് പ്യൂർ ലക്ക് അല്ലെങ്കിൽ മെന്റാലിറ്റി എന്ന് പറയാം. പിന്നെ മൊത്തത്തിൽ പോയി. ഇനിയിപ്പോ എങ്ങനെ ഇതിൽ നിന്ന് തിരിച്ചു വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ. നമ്മളിപ്പോ എല്ലാ കളിയും ഇങ്ങനെ ഇന്ന് ഹോപ്പ്ഫുള്ളി എന്ന് പറഞ്ഞിരിക്കുക എന്നല്ലാണ്ട് ഒന്നും കാണുന്നില്ല. അതെ, ഇത് ബിഗ്ഗസ്റ്റ് ഒരു ഈ മാച്ച് കഴിഞ്ഞ ടാക്ടിക്സ് ഒക്കെ ആലോചിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ ഫീലാണ് മാച്ച് കഴിയുമ്പോഴേ. കുറച്ച് ഇപ്പോ ഉദാഹരണത്തിന് 10 വർഷമായിട്ട് എന്റെ ഒരു കസിൻ ഉണ്ട്, യുണൈറ്റഡ് ഫാനാ. അപ്പൊ അവന് ഞാൻ അങ്ങോട്ട് ഒന്നും പറയാൻ്റെ ഒക്കെ ആയിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഒന്നും പറയാനില്ല, കാരണം അവരുടെ ഒരു 10 വർഷമൊക്കെ ആയിട്ട് അങ്ങനെയാണല്ലോ. പക്ഷെ ഇന്നും ഭയങ്കര ഹാപ്പി ആയിട്ട് ആള് എന്നെ കണ്ട് എന്നോട് ഇവിടെ ഇരിക്കൂ, നിങ്ങൾ തോറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രീതിയിലേക്ക് വരുന്നൊരു ഇതുണ്ട്. അങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു വലിയ പ്രശ്നം സംഭവിച്ചു എന്നുള്ളത് ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കാര്യം 5 കളി തോറ്റു, അത് കഴിഞ്ഞ് മറ്റേ ആദ്യത്തെ കളികൾ ജയിച്ചു, 5 കളി ജയിച്ചു, അത് കഴിഞ്ഞ് പിന്നെ തോക്കുകയാണ് 5 കളികൾ. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. മാത്രല്ല ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ സ്ലോട്ട് ഔട്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ ഇതില് ഇപ്പോ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആളാണ് നമ്മുടെ മാനേജർ.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള നല്ല കഴിവുള്ള ആള് തന്നെ അത് സോൾവ് ചെയ്തോളും. അതിനൊരു ചെറിയ നമുക്ക് സമയം എന്തായാലും വൺ ബൈ വൺ ലെറ്റ് us ഗോ. എന്താണ് നമുക്കിത് അനലൈസ് ചെയ്യാൻ ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല. അനലൈസ് ചെയ്യാനുണ്ട്. അപ്പോ എന്റെ ഒരു കാഴ്ചപ്പാടില് ദ പ്രോബ്ലം സ്റ്റാർട്ട്സ്, our biggest problem I feel is the fullbacks. കാരണം ക്ലോപ്പിന്റെ സിസ്റ്റം തൊട്ട് കഴിഞ്ഞ സീസൺ വരെ നമുക്ക് ഒരു സ്റ്റേബിളായ, അല്ലെങ്കിൽ ഇപ്പൊ ട്രെൻഡ് ആണെങ്കിൽ കൂടെ ട്രെൻഡിന്റെ ഡെഫിഷ്യൻസീസ് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഡിഫെൻസീവ് ഒരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിച്ചു. ബട്ട് കെർക്കേസ് ബ്രാഡ്ലി അണ്ടർലാപ്പ് ചെയ്യുന്നു, ഓവർലാപ്പ് ചെയ്യണോ, അവിടെ വിങ്ങേഴ്സ് ലൈക്ക് ആ എല്ലാ പ്രഷറും വരുന്നത് ആ ഫുൾ ബാക്സിൽ നിന്നാണ്. വിയേർഡ്ലി ഈ സീസണിൽ ലോങ് ത്രോസും സെറ്റ് പീസും വന്നതോടുകൂടി എല്ലാം വിപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാം ആ സൈഡിൽ നിന്ന് വരുന്ന പ്രഷറാണ്. ഈ സെറ്റ് പീസസ് ആണെങ്കിൽ എല്ലാം. സോ കഴിഞ്ഞ ലാസ്റ്റ് ഗെയിം റോബോ കളിച്ചപ്പോ വി ഫെൽറ്റ് എ സർട്ടൻ കൈൻഡ് ഓഫ് ബാലൻസ്. ആ ബാലൻസ് കെർക്കേസ് ആൻഡ് ബ്രാഡ്ലി കളിക്കുമ്പോൾ കിട്ടുന്നില്ല. സോബോ അവിടെ കളിക്കേണ്ടി വരുന്നു. ടോട്ടലി ഫുൾ ബാക്സിന്റെ പ്രശ്നം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? സോൾവ് ചെയ്യുന്നു എന്നുള്ളതിലും ഭേദം അത് എവിടുന്ന് വന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം നമ്മളിപ്പോ പറഞ്ഞല്ലോ സ്റ്റേബിൾ ഫുൾ ബാക്സ് ഒരു കഴിഞ്ഞ 9 വർഷമായിട്ട് ഇറ്റ്സ് ട്രെൻഡ് ആൻഡ് റോബോ. ആ ഒരു ഡ്യുവോ തന്നെ ഉണ്ട്. സോ സ്റ്റെബിലിറ്റി ഉണ്ട് അവർക്ക് ഈവൻ ഫോർ പ്ലേയേഴ്സ് അപ്പ് ഹെഡ്. പക്ഷെ അതിൽ ഒരു സർപ്രൈസിങ് ഫാക്ടർ എന്താ വെച്ചാൽ അവർ അസിസ്റ്റന്റ് കോച്ച് ഈസ് എ ഫുൾ ബാക്ക്. യൂഷ്വലി ദാറ്റ് മേക്സ് ദ ഫുൾ ബാക്സ് ബെറ്റർ. അത്രയും കാലം ഒരു റാൻഡം പേഴ്സൺ അല്ലെങ്കിൽ ഒരു പ്ലെയർ ഫ്രം എ ഡിഫറെന്റ് പൊസിഷൻ ദേ ആർ ട്രെയിനിങ് ദിസ് ഫുൾ ബാക്സ് ടു പ്ലേസ് ഇൻ എ വേ. ഇപ്പൊ നമുക്ക് വി ഹാവ് എ പേഴ്സൺ ഹു നോസ് ഹൗ ടു ബി എ ഫുൾ ബാക്ക്. എന്നിട്ടാണ് നമുക്ക് ഈ ഇഷ്യൂസ് ഒക്കെ വരുന്നുള്ളത്. പക്ഷെ അതിലും സ്ലോട്ട് തന്നെ പറഞ്ഞിരുന്നു കെർക്കേസ് ലൈക്സ് ടു മൂവ് ഫോർവേഡ്, റൈറ്റ്? ഓവർലാപ്പ് റൺസ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ അതിൽ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ ഗാക്പോ ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഗാക്പോന്റെ Gakpo is a limited player. However good or bad he is doing it, but he's a limited player. He wants to cut in. Gakpo cut in ചെയ്യും. കെർക്കേസ് എങ്ങോട്ടാ ഓടേണ്ടത്? കെർക്കേസ് ആ ഭാഗത്തേക്ക് ഓടിയിട്ട് കാര്യമില്ല. അപ്പൊ കെർക്കേസ് അണ്ടർലാപ്പ് ചെയ്യും. സെയിം തിങ് വിത്ത് സല ടച്ച് ലൈൻ ഹഗ് ചെയ്തിട്ട് അവിടെ ഇരിക്കും. അപ്പൊ ബ്രാഡ്ലിക്ക് അതിന്റെ പുറത്തൂടെ ഓടാൻ പറ്റില്ലല്ലോ. ബ്രാഡ്ലി അകത്തൂടെ കയറും. അപ്പം ഈ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് പ്രോബബ്ലി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു ബൈ ഡിസൈൻ ആണോ, അതായത് സ്ലോട്ടിന്റെ ഡയറക്ഷൻ പ്രകാരമാണോ കെർക്കേസ് കയറി കളിക്കാത്തതും അണ്ടർലാപ്പ് ചെയ്തതും, ഓർ നമ്മൾ സൈൻ ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സിന്റെ കേപ്പബിലിറ്റി ഇല്ലായ്മയാണോ അതൊരു കാര്യം? സ്വരൂപ അതിനോടാ അതിപ്പോ പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോട്ടിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എല്ലാ ഇന്റർവ്യൂവിലും ഇപ്പൊ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒപ്പോസിഷൻ ടീം പ്രിപ്പയർ ചെയ്യുക, നമ്മളെതിരെ വേറെ ടാക്ടിക്സ് എന്നുള്ള അത് നമ്മൾ കേട്ട് നമുക്കൊരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ അതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അത് ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നു. ഇത്തിരി ഓവറായിട്ട് ഒബ്സസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ബട്ട് എന്റെ കാഴ്ചപ്പാടിൽ അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമുക്ക് ബാക്ക് ടു പഴയ ഒരു രീതിയിൽ ഇത്തിരി ഡിഫൻസീവ് ലൈൻ ഇത്തിരി പിന്നിലേക്ക് ഇറക്കിയിട്ട് ഇപ്പൊ അറ്റാക്കിംഗ് തേർഡിൽ നമ്മള് മിഡ്ഫീൽഡേഴ്സ് പാസ് ചെയ്യണതിനേക്കാളും ഇത്തിരി കൂടി സ്റ്റെബിലിറ്റി കിട്ടുന്ന ഇത്തിരി കൂടി മിഡ്ഫീൽഡ് സെന്റർ ഓഫ് ദ പിച്ചിൽ പാസ് ചെയ്ത് പൊസഷൻ കീപ്പ് ചെയ്ത് ഒരു കോമ്പിനേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ ബോൾ കിട്ടുമ്പോ അപ്പൊ തന്നെ അറ്റാക്കിലേക്ക് പോകേണ്ട കാര്യമില്ല. സ്റ്റെബിലിറ്റി ആദ്യം കൊണ്ടുവരിക, മിഡ്ഫീൽഡിൽ ഇത്തിരി നേരം പാസ് ചെയ്യുക. ഇപ്പൊ ക്രിയേറ്റ് ചെയ്യണത് ഒരു 7 അല്ലെങ്കിൽ 10 ചാൻസസ് ക്രിയേറ്റ് ചെയ്യണേക്കാളും അത് ഒരു 5 എണ്ണം മതി ക്ലിയർ കട്ട് ചാൻസ് എന്നുള്ള രീതിയിൽ ഒരു അപ്രോച്ചിലേക്ക്. അങ്ങനെയായിരുന്നു കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ സീസണിൽ ഈ വിങ് സൈഡിലേക്ക് ബോൾ കൊണ്ടുപോവുക, ഓപ്പർച്യൂണിറ്റി ഇല്ല, ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ തിരിച്ച് ബാക്ക് ടു മിഡ്ഫീൽഡിലേക്ക് ബോൾ കൊണ്ടുവരിക എന്നുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സീസണിൽ നോക്കിയിട്ട് അങ്ങനെയൊന്നും കാണുന്നില്ല. ബോൾ കിട്ടുമ്പോ ഒരു ഡെസ്പറേഷൻ ആണ്, നമുക്ക് അടിച്ചേ പറ്റൂ. അപ്പൊ ബോളും കൊണ്ട് അങ്ങോട്ട് പോവും, ബോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ ആണ്. നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് പൊസിഷനിലില്ല, എല്ലാരും അറ്റാക്കിംഗ് തേർഡിലാണ്. ഈവൻ വിങ് ബാക്സ് ആയാലും അവര്
റഷ് ചെയ്ത് ബാക്ക് ഡിഫൻഡ് സെൻട്രൽ ബാക്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരും. പക്ഷേ എങ്കിൽ കൂടി അവരെത്തുന്നില്ല. നേരെ മറിച്ച് എത്തുന്നില്ല, പിന്നെ അവര് ടയേർഡ് ആവുകയാണ്. അവര് അതെ, അത് വരുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളാണ്. കാരണം ഈ കഴിഞ്ഞ സീസണിൽ ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ സീസൺ പകുതി മുതൽ ഈ പ്രശ്നങ്ങളുണ്ട്. അതായത് ലോ ബ്ലോക്ക് ടീമുകൾ അത് മനസ്സിലാക്കി അന്ന് തന്നെ കളിക്കാൻ തുടങ്ങി. ഈ സീസണിൽ മാത്രമല്ല, ലോ ബ്ലോക്കിൽ വന്ന് ലോങ് പാസ്. അപ്പൊ സ്ലോട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണികൾ ഈ സീസണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അതിപ്പോ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ സൊല്യൂഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബേർഡ്സിനെ സൈൻ ചെയ്തതും അതിനാണല്ലോ. അതെ, അതാ പുതിയ പ്ലേയേഴ്സിനെ വെച്ച് അവരെയൊക്കെ വെച്ച് കളിപ്പിച്ച് ആ കോമ്പിനേഷനിൽ വരുത്താൻ കൊണ്ടുവരിക. അപ്പൊ ഈ ബാലൻസിന്റെ പ്രശ്നമുണ്ട്. നമുക്ക് ഇപ്പോ പറയും നമ്മൾ ഇങ്ങനെ കളിക്കുമ്പോൾ കൗണ്ടർ അറ്റാക്ക് വരും, കൗണ്ടർ അറ്റാക്കിൽ ഗോളും വരും. പക്ഷെ നമ്മൾ ഓപ്പോസിഷൻ ഔട്ട് സ്കോർ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് എന്തായാലും കൗണ്ടർ അറ്റാക്ക് വരും. കൗണ്ടർ അറ്റാക്കിൽ ആളുകൾ കുറവായിരിക്കും, ഗോളൊക്കെ കയറി വരും. അത് പ്രശ്നമില്ല എന്നാണ് വെച്ചേക്കണേ. അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി, ഔട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ കളിയില് ഈ ഒരു പോസിറ്റീവ് കെർക്കസ് ഫുൾ ബാക്കിന്റെ പറഞ്ഞെങ്കിലും കെർക്കസ് ഗോൾ അടിച്ചു ആ പൊസിഷനിൽ കയറി വന്നിട്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളും വരും. വലിയ പോസിറ്റീവ് നമ്മൾക്ക് എടുക്കാനുള്ളതില് മറ്റേ സല ഗോൾ അടിച്ചു എന്നുള്ളതും ഒക്കെയാണ് ഓപ്പൺ ഇതില്. അപ്പൊ അതൊക്കെ ടാക്ടിക്സ് ഒക്കെ വർക്ക് ചെയ്ത് വരുന്നുണ്ട്. നമുക്കൊന്ന് സമയം കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നമ്മുടെ പ്രോബ്ലം, ഐ ഡോണ്ട് തിങ്ക് നമ്മുടെ പ്രോബ്ലം ഈവൻ ദോ ഇറ്റ് ഇസ് ഫോൾട്ടറിങ്, അറ്റാക്കിംഗ് ആണ്. ലൈക്ക് വി വിൽ ക്രിയേറ്റ് ഇനഫ്. നമ്മുടെ XG കണ്ടാൽ അറിയാം, നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യും. കാരണം പിച്ചിലുള്ള പ്ലേയേഴ്സ് ആ ക്വാളിറ്റി എന്തായാലും പുറത്ത് വരും. ബട്ട് ദ പ്രോബ്ലം ഈസ് നമ്മൾ എപ്പോഴും ഒന്നെങ്കിൽ ഗോൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. വി ആർ ഓൾവേസ് ചേസിങ് ദ ഗെയിം. അപ്പം നമ്മൾ ഡിഫെൻസീവ്ലി ഇങ്ങനെ ഗോൾ വാങ്ങുന്നത്. സോ ഇതിന്റെ പ്രോബ്ലം ശരിക്കും ഡിഫൻസ് അല്ലേ. ഇപ്പം ഇസാക്ക് ഇഞ്ചേർഡ് ആണ്, എക്യൂട്ടിക്ക് ഇസ് പ്ലേയിങ് വെൽ, സല മര്യാദയ്ക്ക് കളിക്കുന്നില്ല. ബട്ട് still we are creating those chances. Even words അത്ര അഡാപ്റ്റ് ആയിട്ടില്ലെങ്കിലും we are creating chances. പക്ഷെ ഇങ്ങനെ ഗോൾ കൺസിഡർ, നമ്മൾ എത്ര ഗോൾ മേടിച്ചു ലാസ്റ്റ്? ഇപ്പം 21 ഗോൾ, 21 അല്ലേ? സോ ഹൗ ഒരു ടോപ്പ് ടീം, ടൈറ്റിൽ ചാലഞ്ചിങ് ടീമിന് ഇത്ര ഗോൾ മേടിച്ചു കഴിഞ്ഞാൽ ഈ ഔട്ട് സ്കോറിംഗ് എന്ന സാധനം വർക്ക്ഔട്ട് ആവും എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ കളി തന്നെ 2 ഗോൾ അടിച്ചു, അതിനു മുമ്പ് 5 ഗോൾ അടിച്ചു, അതിനു മുമ്പ് വി സ്കോർഡ് അഗെയിൻസ്റ്റ് യുണൈറ്റഡ് അല്ലേ? യെസ്, ഗാക്പോ അടിച്ചു. സോ വി ആർ സ്കോറിംഗ്, ബട്ട് ഇത്ര ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഹൗ ക്യാൻ വി ബാലൻസ് ദാറ്റ്? സോ അതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ ഫുൾ ബാക്ക് നമ്മൾ പറഞ്ഞില്ല. ഫുൾ ബാക്ക് മുന്നോട്ട് പോകുന്നതോടും വി ഹാവ് എ മാൻ ലൈറ്റ് ഇൻ മിഡ്ഫീൽഡ്. സോ കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോബോസ്ലൈ ആൻഡ് എൻജിൻ വാസ് ദേർ, മെക്കാലിസ്റ്റർ ഹു വാസ് ഫിറ്റ്, റണ്ണിങ് അറൌണ്ട്, ടാക്ലിംഗ് തിങ്സ്. സോ ആ ഒരു ടൈപ്പ് നിന്ന് മാറിയിട്ട് നൗ വി ഹാവ് വേർഡ്സ് ഹു ഈസ് ടേക്കിംഗ് റിസ്ക്. വേർഡ്സ് സൈൻ ചെയ്തത് അതിനാണ്, നോട്ട് ഫോൾട്ടിങ് ഹിം, അവന്റെ പണി തന്നെ അതാണ്. But when we lose a ball in midfield, ഇപ്പോ കൗണ്ടർ വരും, ഒന്നും നോക്കാനില്ല, അവിടെ വേറെ ആരുമില്ല. കാരണം ഫുൾ ബാക്സ് ഓൾറെഡി അപ്പാണ്. മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ മിസ്സായാല് അവിടെ കൊണാട്ടയും വാൻഡൈക്കും മാത്രമുണ്ട്, വേറെ ആരുമില്ല. ആൻഡ് ടു ആൻ എക്സ്റ്റെന്റ് മാമ വന്നതിന് ശേഷമാണ് ഈ ഒരു ഇഷ്യൂ കൂടി കുറച്ചും കൂടി ഹൈലൈറ്റ് ആവാൻ തുടങ്ങിയത്. മാമ ഇസ് സോ ഡീപ്. ഞാൻ ആക്ച്വലി ലെറ്റ് മീ ടോക്ക് അബൌട്ട് ദി എലിഫന്റ് ഇൻ ദി റൂം. ആക്ച്വൽ പ്രോബ്ലം സ്ലോട്ട് ആണോ പ്രശ്നം? അല്ല, എല്ലാരും ചോദിക്കാൻ പേരുള്ള കാര്യമാണ്. സ്ലോട്ട് ആണോ പ്രശ്നം? അല്ല, ചോദിക്കുന്നത് തെറ്റില്ല. കാര്യം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തുടങ്ങിയ കാര്യം തന്നെ. സ്ലോട്ടല്ല, സ്ലോട്ട് പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം നമ്മൾക്ക് അറിയാം, സ്റ്റാറ്റ്സ് നമ്മൾ കണ്ടു. എല്ലാ ടീമും ലോങ് ബോൾ കളിക്കുന്നു. നമ്മളത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി സ്ലോട്ട് സൊല്യൂഷൻ കൊണ്ടുവരുന്നു. ആ സൊല്യൂഷന്റെ സമയം എടുക്കുന്നു. അല്ല, എല്ലാരും ലോങ് ബോൾ കളിക്കുന്നു എന്ന് വെച്ചിട്ട് നമ്മളത് പോയിട്ട് മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ. സ്ലോട്ട് ആ പ്രശ്നത്തിന്റെ ഉത്തരമാണ്, സ്ലോട്ട് അല്ല പ്രശ്നം. സ്ലോട്ട് അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്, അത് ശരിയാവും. അല്ല, ഞാൻ പറയുന്നത് 4-5 കളിയായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ രീതിയിൽ എന്നാണ് പറയണേ. അപ്പൊ ഞാൻ പറയണത് 4-5 കളിയായിട്ട് ആ അപ്രോച്ച് നടക്കുന്നില്ല, അത് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ സ്റ്റൈല് നോക്കുക. ട്രൈ ഡിഫറെന്റ് തിങ്സ്. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ഡിഫറെന്റ് തിങ് ട്രൈ ചെയ്തല്ലോ. നമ്മുടെ ഫോർമേഷൻ നമ്മൾ 4-2-2-2 മാറി, നമ്മൾ 2 പിവറ്റ് വെച്ച് കളിച്ചു, എന്നിട്ടും തോറ്റു. സോ അവിടെ എന്നിട്ട് തോറ്റിട്ട് ആള് ഇപ്പോഴും പ്രസ്സിൽ പറയുന്നത്
അത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് പറയണേ. മീൻസ് എങ്ങനെ ടാക്കിൾ ചെയ്യും? എപ്പോഴും പുള്ളി അത് ചിന്തിച്ചുകൊണ്ടിരിക്കണേന്ന് പറയാം. അതിന്റെ ഇപ്പൊ ഉത്തരമൊക്കെ ഉണ്ട് ഡിഫൻസിൽ കയ്യിൽ. ആ സൊല്യൂഷൻ വരുത്തുക. അത് മീഡിയയുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയില്ല കൃത്യമായിട്ടേ. അത് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കും. അതാണ് കാര്യം. അത് സോൾവ് ചെയ്യണ സൊല്യൂഷൻ കാര്യങ്ങൾ അതിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആരും മനസ്സിലാക്കി വരുന്നില്ല എന്നുള്ളൂ. പക്ഷെ അത് അല്ല ഉടനെ നമുക്ക് പ്ലേയേഴ്സും കേർട്ടിസ് കളിച്ചു, എന്നിട്ട് എന്ത് പറ്റി? കേർട്ടിസ് എന്തോ വീണ്ടും ഇഞ്ചറി ആയി പാവം. കേർട്ടിസ് കളിച്ച ഒരു 20-25 മിനിറ്റ്സ് നല്ല രസമായിട്ട് ഇത് കളി നടക്കുന്നുണ്ടായിരുന്നു. സോബോയും കേർട്ടിസ് ഒക്കെ കൂടി. പിന്നെ ആകെ ആ കൺട്രോൾ പിന്നെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി. എന്താണ് സംഭവിച്ചതെന്ന് അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് അതാണ് സംഭവിച്ചത്. നമ്മൾ ആ പേഷ്യൻസ് ഇല്ലാണ്ട് എല്ലാവരും ആ ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറി, ഓവർ അഗ്രസീവ് ആയിട്ട് അതിൽ പോയി. പക്ഷെ ആ പേഷ്യൻസ് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഓക്കെ ആയിരുന്നു നമ്മള്. അത് ശരിയാവും. കേസ് പറയുകയാണെങ്കിൽ ഫുൾ ബാക്സിനെ കുറിച്ച് സംസാരിച്ചു. വാട്ട് അബൌട്ട് മിഡ്ഫീൽഡ്? ഇപ്പൊ നമ്മുടെ ശരിക്കും ഡിഫൻസ് പാളി, അറ്റാക്ക് വി ആർ ഹോപ്പിംഗ് ദാറ്റ് we are creating chances എന്ന് പറയാം. ആ ഫിനിഷിംഗ് ഇസ് ബാഡ്, ബട്ട് വി ആർ ക്രിയേറ്റിംഗ് ചാൻസസ്. വാട്ട് അബൌട്ട് മിഡ്ഫീൽഡ്? ഈ സൊബോസ്ലൈനെ മാത്രം വിശ്വസിച്ച് നമുക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? കാരണം he's become one of the most important players in the team and in the squad right now. കാരണം പുള്ളി റൈറ്റ് ബാക്ക് കളിക്കണം, പുള്ളി സെന്റർ മറ്റേ മിഡ്ഫീൽഡ് കളിക്കണം, പുള്ളി നമ്പർ 10 ഇപ്പൊ കളിക്കണം. എനിക്ക് ശരിക്കും നമ്മൾ കമ്പാരബിൾ അല്ല, പക്ഷെ ശരിക്കും ജെറാർഡിന്റെ ഓർമ്മ വരുന്നത്. കാരണം ഒരു ഫെയിലിംഗ് ടീമില് അല്ലെങ്കിൽ ഫെയിലിംഗ് മാച്ചിൽ ജെറാർഡ് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്ലെയർ. കാരണം FPL വരെ നമ്മൾ ഇന്നലത്തെ കളിയിൽ പുള്ളിയാണ് ഏറ്റവും കൂടുതൽ ബോണസ് പോയിന്റ്സ്, 3 ബോണസ് പോയിന്റ്സ് സൊബോസ്ലൈ ആണ്. കോൺട്രിബ്യൂഷൻസ്, ഒഫൻസീവ് കോൺട്രിബ്യൂഷൻസ് എല്ലാം ഉണ്ട്. How can we do this attack versus defense? How can we fix our midfield? Gravy is injured, Curtis is injured now. ഇനി ആര് കളിക്കും? മിഡ്ഫീൽഡ് വേഴ്സസ് മിഡ്ഫീൽഡ് ഫിക്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് അവർ മിഡ്ഫീൽഡ്? നമ്മൾ മിഡ് 3 ആണോ, മിഡ് 2 ആണോ, 2-2 ആണോ? വി സ്റ്റിൽ ഡോണ്ട് നോ ദാറ്റ് യെറ്റ്, റൈറ്റ്? ഇപ്പം കഴിഞ്ഞ അവസാനത്തെ 2 കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൊബോസ്ലൈ, കർട്ടിസ് വാസ് ദ പിവറ്റ്. അതിന്റെ മുന്നിൽ കളിക്കുന്നത് വേർഡ്സ് ആൻഡ് ഗാക്പോ എന്താണ്? ഈസി സെന്റർ മിഡ്ഫീൽഡർ ആയിട്ടോ, ഈസി ലെഫ്റ്റ് വിങ്, ലെഫ്റ്റ് ഫോർവേഡ്, എന്താണ് ഗാക്പോ? അവിടെ നമുക്ക് കളി കാണുന്ന നമുക്കും അറിയുന്നില്ല, കളിക്കുന്ന അവർക്കും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ there is a gap in there, right? ഇവർക്ക് തന്നെ ഡൗട്ടാണ് വേർ ഡു ഐ നീഡ് ടു പ്ലേ. അപ്പം മിഡ്ഫീൽഡ് ലൈറ്റ് ആവുന്നുണ്ട്. 3 സോളിഡ് മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായത് കാലങ്ങളായിട്ട്. അണ്ടർ ക്ലോപ്പ് ആയാലും അണ്ടർ സ്ലോട്ട് ആയാലും there were 3 മിഡ്ഫീൽഡേഴ്സ് ഒരു ഏരിയ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. റൈറ്റ് നോ ആ കവറിങ് ഇല്ല. സോ ആരാണ് എവിടെയാണ് കളിക്കേണ്ടത് എന്നുള്ള അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. സോ പ്രോബബ്ലി 4-2-2 ശീലമായി കഴിഞ്ഞാൽ വി മൈറ്റ് സീ ബെറ്റർ. ബട്ട് അതുവരെ ഐ ഡോണ്ട് നോ. സ്വരൂപ് ഇപ്പം നമ്മുടെ ഡെഫിഷ്യൻസീസ് ഒരുപാട് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഹൗ ക്യാൻ വി ഫിക്സ് ദിസ് മിഡ്ഫീൽഡ്? ലൈക്ക് ഇപ്പം നമുക്ക് ഗ്രേവി ഉണ്ട്, മക്കാലിസ്റ്റർ ഉണ്ട്, സൊബോസ്ലൈ ഉണ്ട്, കേർട്ടിസ് ഉണ്ട്. അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് പ്രാക്ടിക്കലായി 4 പ്ലേയേഴ്സ് ഉള്ളത് ഈ 3 പൊസിഷന്. ആൻഡ് വേർഡ്സ് ഓഫ് കോഴ്സ് ഒരു ഒഫൻസീവ് ആയ പ്ലെയർ ആണ്. ഈ 4 പേര്, മക്കാലിസ്റ്റർ ഇസ് ഔട്ട് ഓഫ് ഫോം, ഗ്രേവി ഇസ് ഇഞ്ചേർഡ്, കേർട്ടിസ് ഇസ് ഇഞ്ചേർഡ്. നമ്മൾ നമ്മുടെ റിവ്യൂ കഴിഞ്ഞിട്ട് പാലസ് ഗെയിമിനെ കുറിച്ച് സംസാരിക്കും, കൂടുതൽ സംസാരിക്കും. പക്ഷെ എന്താണ് നമ്മുടെ ബാലൻസ്? ഇപ്പൊ മിഡ്ഫീൽഡ് കൊണ്ടുവരേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 4-2-3-1 2 ഇല്ലേ, 2 മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യണം, ആ സ്പേസ് ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഫ്രീ ആയിട്ട് വിട്ടേക്കായിരുന്നു, ഒരാള് മാത്രം ഹോൾഡ് ചെയ്തിട്ട് മറ്റാളും റോം ചെയ്ത് അറ്റാക്കിങ്ങിലേക്ക് പോണ ഒരു ടൈപ്പാണ് ഞാൻ കണ്ടിരുന്നത്. അല്ലെങ്കിൽ വൈഡിലേക്ക് ലൈൻ അടുത്തേക്ക് നീങ്ങി പോവുക. എനിക്ക് മീൻസ് കൗണ്ടർ വരുന്ന സമയത്ത് ആ മിഡ്ഫീൽഡേഴ്സിൽ ഒരാളൊക്കെ ആ ഭാഗത്ത് ആ പരിസരത്ത് എങ്ങാനും ഉണ്ടാവാറുള്ളൂ. അപ്പൊ അത് മാറ്റിയിട്ട് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് 2 മിഡ്ഫീൽഡും ഹോൾഡിംഗ് പൊസിഷനിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അറ്റാക്കിങ്ങിൽ ഉള്ള പ്ലേയേഴ്സിന് ഇപ്പോ പാസ് മീൻസ് പൊസിഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ ബാക്ക് പാസ് ഒരെണ്ണം കൊടുക്കാനായിട്ട് ഒരു പ്ലേയേഴ്സ് ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 പേരും ഹോൾഡ് ചെയ്യുന്നതാണ്. ഏതാ നമുക്ക് അങ്ങനെ നാച്ചുറൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ളത് എൻഡോ ആണ്.
ആ. സ്ലോട്ട് പക്ഷെ എൻഡോനെ അല്ല, കളിപ്പിക്കില്ല. എൻഡോനെ കളിപ്പിക്കാവുന്നതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പിന്നെ ഞാൻ ഇത്തിരി കൂടിയും ബോളിൽ ഇത്തിരി കൂടിയും കോൺഫിഡൻസ് ഉള്ള നെയോനെയൊക്കെ ട്രെൻഡിനെയൊക്കെ കൊണ്ടുവരേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട്. അല്ല, അവൻ നല്ല പ്ലെയർ ആണ്. അവൻ ഈ ടൈറ്റ് സ്പേസസിലൊക്കെ നല്ലോണം ഹോൾഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ്. അല്ല യങ് ആണ്, അത്ര ഫിസിക് അല്ലാന്നേ ഉണ്ട്. ട്രസ്റ്റ് ഇൻ ദ ലീഗ് എന്നുള്ളത് ഒരു ഓപ്ഷൻ ആണ് ശരിക്കും. അല്ല, ഇപ്പൊ പറഞ്ഞതിലും വേറൊരു കാര്യങ്ങൾ, ഒരു ചെറിയ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഡിഫൻസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഡിഫൻസ് ആണോ ഫിക്സ് ചെയ്യേണ്ടത്? ഡിഫൻസ് ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത് VVD ആണ്. VVD ഏജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏജ് കൂടി വരികയാണ്. അവിടെ ഇത്ര കളി കണ്ടിന്യൂസ് കളിപ്പിക്കാൻ പറ്റില്ല, എറർ വരുത്തുന്നു. കഴിഞ്ഞ കളിയില് മറ്റേ എംബുഎമ്മയുടെ ഗോള് എറർ ആയിരുന്നു മറ്റേ യുണൈറ്റഡിനെതിരെ. അങ്ങനെ VVD ഓവർ ആയിട്ട് കളിപ്പിക്കേണ്ട ഒരു അവസ്ഥ, ഡിഫൻസിലെ പ്രശ്നങ്ങള്, അത് ഒരു ഹങ്കർ പോയിണ്ടോ എന്നുള്ള ഒരു സംശയം VVDക്ക്. ഇങ്ങനെ പലപ്പോഴും പ്രശ്നം. അതുപോലെ സീനിയർ പ്ലെയേഴ്സ് ആയിട്ടുള്ള മറ്റേ സീനിയർ പ്ലെയർ ആണ് VVD. അതുപോലെ സലയുടെ ഹങ്കർ പോയിട്ടുണ്ടോ? അപ്പൊ ഇവരൊക്കെ ഇവര് ഒരു വേറെ ഇതിലേക്ക് മാറി വന്നാല് രക്ഷപ്പെടുള്ളൂ. അവരുടെ ഫോമിന്റെ പ്രശ്നമാണോ അതോ ഇവർക്ക് ഒരു എല്ലാം ജയിച്ചു അല്ലെ? VVD ഇവിടെ കിട്ടാവുന്ന എല്ലാ ട്രോഫീസും ജയിച്ചു. സല ഈ പറഞ്ഞ പോലെ എല്ലാ ട്രോഫിയും ജയിച്ചു. ഇനി അവർക്ക് നോക്കാനുള്ളത് വേൾഡ് കപ്പ് ആണ്. അപ്പൊ ഇനി അവരുടെ ആ അങ്കറൊക്കെ അവര് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾക്ക് ആലിസൺ അതുപോലെ ഇഞ്ചറി ആണ്, ആലിസൺ അതുപോലെ. അപ്പൊ ഈ സീനിയർ പ്ലേയേഴ്സിന്റെ ഒരു എന്താണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലല്ല. ഇതിപ്പോ പോലെ മോട്ടിവേറ്റഡ് അല്ല, പുതിയ പ്ലേയേഴ്സ് അഡാപ്റ്റ് ആയിട്ടില്ല. സോ ഒബ്വിയസ്ലി റിസൾട്ട്സ് വിൽ ബി ബാഡ്, ബട്ട് ഇറ്റ് ഇസ് എ മെസ് റൈറ്റ് നൗ. നമ്മള് 4 പ്രീമിയർ ലീഗ് മാച്ച്, ചാമ്പ്യൻസ് ലീഗ് മാച്ച് തോറ്റു. പാലസ് ആണ് നെക്സ്റ്റ്. വി ക്യാൻ ഗോ ഫോർ പാലസ് പ്രിവ്യൂ. അല്ല, നമുക്ക് അതിനു മുമ്പ് വിൽ ടോക്ക് അബൌട്ട് അതർ ടീംസ്. ടൈറ്റിൽ ചാലഞ്ച് എന്ന സാധനം നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണോ? അതോ ആർസണൽ ആർ ലൈക്ക് downright favorites? Because again 1-0, again a set piece goal, again a clean sheet, everything going well. 7 പോയിന്റ് ലീഡ് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പം, അല്ലെ? നമ്മളായി ഡിഫറൻസ് 7 പോയിന്റ്. 4 പോയിന്റ്. ഐ തിങ്ക് ആർസണൽ are the favorites now. ഇനിയിപ്പം ടൈറ്റിൽ റേസ് എന്ന് പറയേണ്ട കാര്യമില്ല. They are the favorites because as long as you have that defensive record, defenses win titles and all those things. എന്താണ് ആർസണലിന്റെ മാച്ച്? ആദ്യം പറഞ്ഞത് ആർസണലേ ആ ഒരു ആർട്ടറ്റയുടെ ഒരു പ്രോവസ് ആണ്. നമ്മള് പലപ്പോഴും ആർട്ടറ്റെ എപ്പോഴും ഇങ്ങനെ കളിയാക്കുക. ആർട്ടറ്റ അങ്ങനെ ഇങ്ങനെ ചെയ്യുള്ളൂ, സെറ്റ് പീസസ് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളത്. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞു നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത് അതാണ്. എങ്ങനെയാണ് ലോ ബ്ലോക്കിനെ, ലോ ബ്ലോക്ക് ആയിട്ടുള്ള ടീമുകളെ ഭയങ്കര ഭംഗിയായിട്ട് സെറ്റ് പീസ് ഗോളിലൂടെയൊക്കെ അവർ സുഖമായിട്ട് ഓവർകം ചെയ്യുന്നുണ്ട്. ഇപ്പൊ പാലസ് മാച്ച് എങ്ങനെയാണ്, ഇപ്പൊ സുഖമായിട്ട് അത് അവര് കൗണ്ടർ ചെയ്തു. അപ്പോ ഒരുപാട് സെറ്റ് പീസ് ഗോൾ അടിച്ചുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? സെറ്റ് പീസ് ഗോൾ ഇമ്പോർട്ടന്റ് ആണല്ലോ. സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യണം ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇതില് എത്ര ടീമുകളാ എത്ര ലോങ് ത്രോ ചെയ്യുന്നത്. അപ്പൊ അതെ, ഞാൻ ആർട്ടറ്റെ വിളിക്കുക തന്നെ ആർട്ട് ഏട്ടൻ എന്നാണ്. ആ ഒരു ആർട്ടാണ്, ഒരു പുതിയ മോഡേൺ ഫുട്ബോളിലെ ഒരു ആർട്ടാണ് പുള്ളിയുടെ ആ ഒരു സ്റ്റൈല്. ആ സെറ്റ് പീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഡിഫൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ജയിക്കുക എന്നുള്ളത്. അത് ആർസണലിന് ഇത്തവണ അത് ഫേവറേറ്റ് ആയി മാറിയിട്ടുള്ളത്. ഇതിപ്പോ പറഞ്ഞു വരുമ്പോ സുധി പറഞ്ഞ പോലെ തന്നെ ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ആർട്ടേറ്റ. ആക്ച്വലി ദാറ്റ് പ്ലേയിങ് സ്റ്റൈൽ സിമിയോണി നമ്മൾ കളിച്ചിരുന്നു, മൊറീഞ്ഞോ ചെയ്തിരുന്നു ഇൻ ഹിസ് പീക്ക്. പക്ഷെ അതിൽ സ്ലൈറ്റ് ഡിഫറൻസ് എന്താ, ആർട്ടേറ്റ ഹാഡ് 8 years now, 8th year എങ്ങാനല്ലേ he's here, and he has spent money. Might not be in one single window, but he has spent money. The entire team is his. എന്നിട്ടും he has to revert back to getting through set pieces. അത് ഒരു എന്താ പറയാ ലോങ് ലാസ്റ്റിംഗ് മെമ്മറിയിലേക്ക് എച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പൊ ഇംഗ്ലണ്ട് നാഷണൽ ടീമിൽ കളിക്കുകയാണെന്നില്ലേ, അപ്പൊ ഇംഗ്ലണ്ട് ഹാസ് ടു വിൻ സംതിങ്. അതുപോലെ ആർസണൽ ഹാസ് ടു വിൻ പ്രീമിയർ ലീഗ് ടൈറ്റിൽ. അതിന് വേണ്ടിയിട്ട് ദിസ് ഇസ് ദ പാത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ എന്ന് എനിക്ക് പറയാൻ പറ്റും. What I'm more impressed than set piece goals is actually the fact that they're not conceding goals. ഈ സെറ്റ് പീസ് ഗോളിൽ ലീഡ് എടുക്കാമെങ്കിലും they are not
conceding goals. Their defense is അതാണ്. watertight. അതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ സ്പെയിൻ വേൾഡ് കപ്പ് അടിച്ച സീസൺ വേൾഡ് കപ്പ് ഓർക്കുന്നുണ്ടോ? അതില് അതേവരെ ഉണ്ടായിരുന്ന സ്പെയിനിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കളി കാണാൻ നല്ല രസമാണ്, നല്ല അഗ്രസീവ് ആണ്, കൺസീഡും ചെയ്യും, ഗോളും അടിക്കും, പെട്ടെന്ന് നോക്കൌട്ട് റൗണ്ട് വന്നു കഴിഞ്ഞാൽ പുറത്താവും, അങ്ങനെയുള്ളൊരു സ്പെയിൻ ആയിരുന്നു. പക്ഷെ ആ വേൾഡ് കപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പൊസഷൻ ഒരു 80-85% കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡിഫെൻസീവ് ഓപ്പറേഷൻ എന്നാണ് നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നത്. ബട്ട് അവർക്ക് അവരുടെ ഫസ്റ്റ് വേൾഡ് കപ്പ് ആണ്, അവർക്ക് വേൾഡ് കപ്പ് അടിക്കാൻ അത്ര ആഗ്രഹത്തോടു കൂടി വന്നതാണ്. ഫസ്റ്റ് ഇപ്പൊ ആഴ്സണലിന്റെ കേസ് കമ്പയർ ചെയ്യുമ്പോൾ അതേപോലെ തന്നെയാണ്. ഇത്തിരി ഈ പറയുന്ന സെറ്റ് പീസിൽ കൂടുതൽ എന്താ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അത് അവർക്ക് ഈ സിറ്റുവേഷനിൽ അങ്ങനെയാണ്. ഇപ്പൊ ലിവർപൂളോ മാഞ്ചസ്റ്ററോ സിറ്റിയോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈറ്റിൽസ് വിൻ ചെയ്തപ്പോ അവർക്ക് നമ്മൾ ചെയ്യണ പോലെയല്ല ആഴ്സണൽ ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അങ്ങനെ ടൈറ്റിൽ വിൻ ചെയ്യണതും അത് വിന്നിങ് തന്നെയാണ്. അതിലൊരു നമുക്ക് എത്ര കാശ് ചെലവാക്കിയതാണെങ്കിലും ആ അപ്രോച്ചിനോട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം As long as they win, അല്ലേ? അവർ in the end of the season. Exactly. Okay, we'll move on to. Okay, so I'll finish it, then I will go on to United game. സോ പക്ഷെ അതിലിപ്പോ ആർസണൽ എത്ര എന്താ പറയാ ഡിഫെൻസീവ് ആണെന്ന് പറഞ്ഞാലും ഹിസ് ഇൻട്രൊഡക്ഷൻ ഇസ് ഗ്രേറ്റ് ഫോർ ദം. കാരണം ആ ഇപ്പം എന്താ പറയാ അവർക്ക് ക്രിസ് പറഞ്ഞ പോലെ തന്നെ they are two ബാക്കിൽ ഭയങ്കര സോളിഡ് ആണെന്ന് പറയുമ്പോൾ they have what for നാല് സെന്റർ ബാക്സ്, നാല് ഡിഫൻസ് കളിക്കുകയാണെങ്കിൽ they can replace 4 with around the same quality. പിന്നെ അവർ 2 DM വെച്ച് കളിക്കും. റൈസ് ആയാലും next one will be either Zubimendi or Merino. So they are solid back 6 plus Raya. ഇവിടെ നിന്ന് കഴിഞ്ഞ സീസണിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ what difference they have is Eze. He is taking the game at a faster rate. ആ പൊസഷൻ കിട്ടി മുന്നോട്ട് പോകുമ്പോൾ there is a speed in it. ആ ഒരു ടെനാസിറ്റി എക്സ്ട്രാ വരുന്നുണ്ട്. That is actually game changer for them. ഇന്നത്തെ ഗോളും എന്താ പറയാ അത് ബൈസിക്കിൾ കിക്ക് എന്ന് പറയാൻ പറ്റില്ല, സൈക്ലിംഗ് കിക്ക് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് that was an acrobatic finish. A kind of decision making and thought process that Eze brings into picture. Okay, so നമ്മുടെ main question we have no doubts. I guess they are the favorites now. They have the defense win it, I suppose. We'll move on to one of the entertaining games of this season. ഞാൻ യുണൈറ്റഡ് മാച്ച് കണ്ടു തുടങ്ങിയപ്പോൾ I thought it will be a comfortable win. Amorim was happy. Then the first goal went in, second goal went in, squeaky bum time, and then Mbeumo finishing off the game. 4-2, back in top 4 United. Weekly one match ullu avarku. If they keep on in this trajectory, I think they have a very good chance of finishing in European places, probably even Champions League places. Chella United fans, old school fans, title challenge എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് യുണൈറ്റഡ്? എനിക്ക് തോന്നുന്നത് യുണൈറ്റഡിന്റെ ഏറ്റവും നല്ലത് അവര് ആ മാനേജറെ വെച്ച് പേഷ്യൻസ് കാണിച്ചു എന്നുള്ളതാണ്. സാധാരണ അങ്ങനെ ചെയ്യാറില്ല മാനേജറെ. ഒരു സാധാരണ അവർ എപ്പോഴും ഒരു സൈക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമ്മറിൽ കുറെ പ്ലേയേഴ്സിനെ മേടിക്കും, മാനേജറിനെ ബാക്ക് ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ ആള് ഡിസംബർ ആവുമ്പോൾ സാക്ക് ചെയ്യും, പുതിയ മാനേജർ വരും, അവരുടെ പ്ലേയേഴ്സ് അല്ല. അടുത്ത സീസണിൽ വീണ്ടും അയാൾക്ക് വീണ്ടും സമ്മറിൽ. പക്ഷെ ഇത് ആ സൈക്കിൾ മാറി. ഇപ്പൊ അമോറിം കുറച്ചു കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ നല്ല അയാളുടെ പ്രസ് കോൺഫിഡൻസ് ആയാലും നല്ല ഓണസ്റ്റ് ആയിട്ട് പുള്ളി ഫാൻസ് ആയിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മാനേജറുമായി, നല്ലൊരു ആ പ്ലേയേഴ്സിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു മാനേജറുമായിട്ട് മാറി. അപ്പൊ അങ്ങനെ പതുക്കെ റിസൾട്ട്സും ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അവര് ഫേവറേറ്റ്സ് എന്നല്ല, അവര് ചലഞ്ച് ചെയ്യാന്ന് മാനേജേഴ്സ് ഫാൻസിന് ഹോപ്പ് ഉണ്ടെങ്കിൽ അവര് ഹാപ്പിയാണ്. ഞാൻ പറയാം, അത് ഒബ്വിയസ്ലി അതാണല്ലോ, ഫാൻസ് ഹാപ്പി ആവുക എന്നുള്ളതാണ്. അത് ആ ഒരു ബാലൻസ് അവർ കിട്ടിയ പോലെ തോന്നുന്നു. നമ്മൾ അയാളുടെ ഒരു സിസ്റ്റം വർക്ക് ആവുന്നില്ല എന്നുള്ള സിസ്റ്റം ഈസ് നൗ സ്ലോലി ബട്ട് സ്റ്റിൽ ഒരു മെന്റലി ദേ സ്റ്റിൽ ഐ തിങ്ക് ആ ഒരു ഗോൾ മേടിക്കുമ്പോൾ വെപ്രാളൊക്കെ അവർക്ക് വരുന്നുണ്ട്. ഇല്ല, അത് നമ്മുടെ എതിരെ കളിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോ തന്നെ അവര് മെന്റാലിറ്റി നല്ലോണം ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ കഴിഞ്ഞ മാച്ചില് ബ്രൈറ്റന്റെ എതിരെ നല്ല രീതിയിൽ അത് നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ ഈവൻ ബ്രൂണോ ഫെർണാണ്ടസ് വരെ മിഡ്ഫീൽഡിൽ നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ശരിക്കും പറയാതിരിക്കാൻ വയ്ക്കും. നല്ല മീൻസ് സ്വിച്ച് ഓഫ് ആവുന്നില്ല,
നല്ല ഇൻവോൾവ് ആയിട്ട് നല്ല എനർജിയിലാണ് ഇപ്പൊ യുണൈറ്റഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ടോപ്പ് ഫോറിലേക്ക്. എന്നാലും ഞാൻ വിചാരിക്കുന്നില്ല, യുണൈറ്റഡ് ഫാൻസ് ഇപ്പോഴും അങ്ങനെ ഇപ്പൊ അവര് 2-3 കളികൾ നന്നായിട്ട് ജയിച്ചു, ലിവർപൂളിനെ തോപ്പിച്ചു, നല്ല മൂഡ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു എന്നല്ലാണ്ട് ഇപ്പോഴും ഒരു ടൈറ്റിൽ വിന്നിംഗ് എന്നൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഹാർഡ് കോർ യുണൈറ്റഡ് ഫാൻസിന്റെ കാര്യം ഞാൻ പറയുന്നത്, ചിന്തിച്ചിട്ടുണ്ടാവില്ല. മേ ബി ആഫ്റ്റർ ജനുവരി, മേ ബി ഇഫ് ഇറ്റ് കണ്ടിന്യൂസ് ലൈക്ക് ദിസ്, ഒരു ജനുവരി ഒക്കെ ആവുമ്പോഴേക്കും അവര് നമ്മളെങ്ങനെ കളിച്ചിട്ട് കോൺഫിഡൻസ് വന്ന മറ്റൊരു ടീമുണ്ട്, ചെൽസി. പക്ഷെ അഗൈൻ നമ്മള് കഴിഞ്ഞ പ്രിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻകൺസിസ്റ്റൻസിയുടെ ഒരു പ്രശ്നം. സണ്ടർലൻഡ്, നമുക്ക് ആക്ച്വലി ഈ മാച്ച് പ്യുവർലി ഒരു ചെൽസി സെൻട്രിക് ആയിട്ട് പറയാണ്ട് സണ്ടർലൻഡിനെ കൂടി ചേർത്ത് പറയണം എന്ന് തോന്നുന്നു എനിക്ക്. കാരണം അവരിപ്പോ എത്ര സെക്കൻഡോ തേർഡോ ടേബിൾ, വാട്ട് സ്റ്റോറി അല്ലെ. അവര് ഇത്രയും they signed all the right players, they're a very good team, and ഇന്നലത്തെ കളിയിൽ ചെൽസി were not bad actually. Chelsea played really well. എന്നിട്ടും they held on, like they held on and one chance finished goal. What is Chelsea? സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ 1-0 ബാക്കിൽ പോയിട്ട് അവര് നല്ല രസമായിട്ട് ഫൈറ്റ് ചെയ്ത് വന്ന് 1-2 ലാസ്റ്റ് മിനിറ്റ് ഗോൾ അടിക്കുകയും ഭയങ്കര സണ്ടർലാൻഡിന്റെ സ്റ്റോറിയാണ് ഈ സീസണിലെ സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയതാ സണ്ടർലാൻഡിന്റെ സ്റ്റൈൽ. അവരുടെ പ്ലേയേഴ്സിന് അവര് എല്ലാ യൂസ് ചെയ്യുന്നുണ്ട്, കൗണ്ടർ അറ്റാക്സ് ഉണ്ട്, സെറ്റ് പീസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ മോഡേൺ ഇതില് അവരുടെ പ്ലേയേഴ്സിനെ വെച്ചിട്ട് അവര് പുതിയ പ്ലേയേഴ്സിന് 15 വരെ പുതിയത് കൊണ്ടുവന്നേ, എന്നിട്ടും അത് ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റിയ നല്ല സണ്ടർലാൻഡിന്റെ സ്റ്റോറിയാണ് ഇത്തവണത്തെ സ്റ്റോറി. ആക്ച്വലി സൈനിങ് ഓഫ് ദി സീസൺ അല്ലേ പ്രീമിയർ ലീഗില്. Xhaka has changed the team. Like സോ അതന്നെ. അപ്പം സണ്ടർലാൻഡിന്റെ കേസിലൊക്കെ യൂഷ്വലി നമ്മൾ എന്താ പറയുക, നമ്മൾ കണ്ടുവരുന്ന സാധനം വെച്ചാൽ റെലഗേറ്റഡ് ടീം ദേ വിൽ സൈൻ ഫ്ലാഷി പ്ലേയേഴ്സ്, എങ്ങനെയെങ്കിലും കുറെ സ്റ്റാർസ് അല്ലെങ്കിൽ സ്റ്റാർസ് ഇൻ ദ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കുറെ സൈനിങ്സ് നടത്താറുണ്ട്. സണ്ടർലാൻഡ് എന്താ പറയുക, ഇൻ ദ മേക്കിംഗ് ദേ ഡിഡ് വെൽ. അവരുടെ ഡിറ്റർമിനേഷനുള്ള പ്ലേയേഴ്സിനെ വാങ്ങി. ഈവൻ ഇഫ് ദേ ട്രെയിൽ വിൽ സ്റ്റിൽ ഗോ ഫോർവേഡ് എന്നുള്ള ആ ഒരു മെന്റാലിറ്റി, അങ്ങനത്തെ കുറെ പ്ലേയേഴ്സിനെ വാങ്ങി. സാക്ക ഇസ് വൺ ഓഫ് ദ ലീഡർ ഇൻ ദ ടീം. എല്ലാ സ്ഥലത്തും എല്ലാ എന്താ പറയുക കുറെ ലീഗുകളിൽ കളിച്ച് കുറെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ ഇൻ ദ മിഡിൽ ഓഫ് ദ പിച്ച്, ആൻഡ് ഹി ഈസ് മേക്കിംഗ് ഷുവർ ദാറ്റ് എവരിബഡി ഈസ് ഓർഗനൈസ്ഡ്. ഞാൻ ഈവൻ കഴിഞ്ഞ റിവ്യൂവിൽ തന്നെ ഞാൻ പറഞ്ഞത് പ്രോബബ്ലി ചെൽസി ആണ്, സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് ആണ്, ദേ മൈറ്റ് വിൻ എന്നുള്ളത്. ബട്ട് സണ്ടർലാൻഡ് വിന്നിംഗ് കംപ്ലീറ്റ്ലി that surprised. I mean, our determination, that's top notch. Even at last moment 1-1 ആയി നിൽക്കുമ്പോൾ തന്നെ സണ്ടർലാൻഡ് എന്തെങ്കിലും നമ്മൾ റെലിഗേറ്റ് ആയിട്ടേ ഉള്ളൂ, ലെറ്റ്സ് ഹോൾഡ് ഇറ്റ്. ആ ഹോൾഡ് ഇറ്റ് എന്നുള്ളതില്ല, they kept it solid at the back, but മുന്നിൽ ചാൻസ് കാണുകയാണെങ്കിൽ ലെറ്റ്സ് ഗോ ആൻഡ് ടേക്ക് ഇറ്റ് എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. Okay, let's go to Palace preview, but അതിന് മുമ്പ് we need to talk about City as well, I think, because നമ്മുടെ ഈ റണ്ണ് കാണാൻ ലാസ്റ്റ് പ്രിവ്യൂലും പറഞ്ഞത്, നമ്മുടെ ഈ റണ്ണ് കാണാൻ എനിക്ക് ലാസ്റ്റ് സീസൺ ആ ഒരു റണ്ണില്ലേ നമ്മുടെ സിറ്റിയുടെ, എങ്ങനെ കളിച്ചാലും അത് സെറ്റ് ആവുന്നില്ല. ലൈക്ക് പീപ്പിൾ വർ ബാഫിൾഡ് ദാറ്റ് ഇറ്റ് ഈസ് പെപ് ഗാർഡിയോള ടീം. അയാളെ മുഖമൊക്കെ മാന്തി പറിച്ച്, ലൈക്ക് ഇറ്റ് വാസ് എ വെരി ഫണി ഫോർ റൈവൽ ഫാൻസ്, ബിക്കോസ് ഇവര് ജയിച്ച് കണ്ട് നമുക്ക് ഇങ്ങനെ വെറുത്തിരിക്കുന്ന ടൈമില് സഡൻലി ബാൻ ദേ ആർ ഗോൺ. And it kind of feels the same for me. And അവരുടെ ലാസ്റ്റ് സീസണിലെ പ്രോബ്ലം വാസ് ഓൾസോ a couple of new players and like aging midfield and അങ്ങനെ Rodri injuries, so there were different reasons there. ആ ഒരു മാച്ച് ആ ഒരു റട്ട് കഴിഞ്ഞിട്ട് they kind of regained അവരൊരു ഫോം റീഗെയിൻ ചെയ്തു. this season they've looked indifferent. അതായത് ചില മാച്ച് okay and ചില മാച്ച് ഇന്നത്തെ ലൈക്ക് വില്ല മാച്ച് they were like nothing. like എന്താണ് ഓബിന കണ്ടത്? ഞാൻ ആർസണൽ ഗെയിം കണ്ടത്. സോ സിറ്റിയുടെ ഇപ്പോഴത്തെ റീസൺ ആക്ച്വലി ഹാലൻഡ് സ്കോർസ് ദേ വിൻ, ഹാലൻഡ് ഡസന്റ് സ്കോർ ദേ ഡോണ്ട്. കാരണം അവർക്ക് ഇപ്പം ഹാലൻഡ് ഡബിൾ ഡിജിറ്റ് അങ്ങനത്തെ ഇല്ല, 11 ഗോൾ എങ്ങനെ അടിച്ചു പ്രീമിയർ ലീഗിൽ മാത്രം. പക്ഷെ അവരെ സെക്കൻഡ് ഹയസ്റ്റ് ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓൺ ഗോൾ. സ്വന്തം ടീമിലെ പ്ലെയർ പോലും 2 ഗോൾ ഇതുവരെ അടിച്ചിട്ടില്ല. അവരെ എന്താ പറയാ സ്റ്റാർ പ്ലേയേഴ്സ് ഇല്ലായ്മ എന്നല്ലല്ലോ. ദർ ഈസ് ഫോർഡൻ, സിൽവ, ഡോക്കു, സെവീഞ്ഞോ, ചേർക്കി മോർ ഓർ ലെസ് ഇഞ്ചേർഡ് ആയിരുന്നു, റെയിൻഡേഴ്സ്. സോ
പ്ലേയേഴ്സ് ഇല്ലായ്മ എന്നുള്ളതല്ല, എവറിത്തിങ് ഇസ് ഫോക്കസ് ടു ഹാലൻഡ്. ഹാലൻഡ് ഗോൾ അടിച്ചാലേ ഞങ്ങൾ ജയിക്കൂ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരു 38 കളി കൺസിസ്റ്റന്റ് ആയിട്ട് ഹാലൻഡിനെ കൊണ്ട്, ഈവൻ ഹാലൻഡ് വാട്ട് എവർ കാലിബർ ഹി ഹാസ്, 38 കളി കൊണ്ടുനടക്കാൻ പറ്റുമോ എന്നുള്ളത് ദാറ്റ്സ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. മർമോസ് ഇൻജേർഡ് ആയിരുന്നല്ലോ, ഇപ്പൊ റിക്കവർ ആയി വന്നു. അപ്പൊ അയാളിൽ നിന്ന് ഇനി എക്സ്പെക്ട് ചെയ്യാം. See, I think we'll come back to Liverpool now. അതായത് നമ്മൾ സത്യം പറഞ്ഞാലേ ഈ പോഡ്കാസ്റ്റ് ഇന്ന് തുടങ്ങുമ്പോഴും എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, അതായത് പെട്ടെന്ന് വേണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ ഇത്രയും പരിതാപകരമായ സമയത്ത് നമ്മൾ മറ്റു ക്ലബുകളെ കുറിച്ച് കുറ്റം പറയുന്നത് എത്രത്തോളം. എനിവേ, സിറ്റി സിറ്റി ഈസ് ഡൺ. പാലസ്, ഓബിൻ നേരത്തെ നമ്മൾ പ്രൈവറ്റില് പറയുന്നുണ്ടായിരുന്നു, അതായത് ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം ടു പ്ലേ പാലസ്. കാരബാവോ കപ്പാണ്. കാരബാവോ കപ്പ് ലോസ് at this time would feel more hurtful than a usual season, because Premier League is going like this, Champions League is going like this. So എന്ത് പ്രതീക്ഷിക്കാം മാച്ചിനെ കുറിച്ച്? ക്രിസ്റ്റൽ പാലസ് നമ്മൾ ഈ സീസണിൽ തന്നെ 2 പ്രാവശ്യം പൊട്ടി അവരുടെ കൂടെ. കഴിഞ്ഞ സീസണിലും ടുവേർഡ്സ് എൻഡ് അഗൈൻ ഗ്ലാസ്നർ is becoming an thorn in our way. Yeah. പക്ഷെ this point today, I mean, ഇന്നത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ they have played 3 games in 1 week. They have to play 1 more, 4 games in maybe 10 days, 11 days. They are playing 4 games. ഇന്നത്തെ second half, actually they started very well today. Arsenal, even though they are title contenders, title favorites, Crystal Palace started great. Arsenal first on target, shot on target വരെ 34th or 35th മിനിറ്റിലെങ്ങാനാണ് ഫസ്റ്റ് ടാർഗറ്റ് ഷോട്ട് വരുന്നത്. They were doing well. Second half എത്തിയപ്പോഴേക്കും they looked tired. ആർക്കും ഒന്ന് അധികം അങ്ങോട്ട് എന്താ പറയാ പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് വെരി റയർ കമ്പയർഡ് ടു ക്രിസ്റ്റൽ പാലസ്. അവർക്ക് മറ്റേറ്റൊക്കെ യൂഷ്വലി 90 മിനിറ്റ്സ് ഓടും. ഈവൻ വാട്ടൻ ആയാലും എല്ലാവരും കമാഡ് ആയാലും they make sure that they get the second balls. ഫസ്റ്റ് ബോൾസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ they get the second balls. ഇന്ന് സെക്കൻഡ് ഹാഫ് അറൌണ്ട് 50-55 ആകുമ്പോഴേക്ക് they started dropping down. അവരെ കൊണ്ട് ആകുന്നില്ല എന്നുള്ള ഫീൽ വരുന്നുണ്ട്. സോ നമ്മളെ ഇപ്പോഴത്തെ സ്റ്റേജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. വി ആർ ഗെറ്റിംഗ് ദിസ് വേർഷൻ ഓഫ് ക്രിസ്റ്റൽ പാലസ്. അത് മതിയാവും എന്നുള്ളത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് തിങ്. നമ്മൾ അതിനായിട്ട് മോശമാണല്ലോ. സോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ആദ്യം കളിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ ലൈനപ്പ്? സുദീപിന്റെ ലൈനപ്പ് പറഞ്ഞേ. സുദീപ് സ്ലോട്ടിനെ വളരെ ഹാർഡ് കോർ സപ്പോർട്ട് ചെയ്തൊരു മൂഡിലാണെന്ന് തോന്നുന്നു. അപ്പൊ സുദീപിന്റെ ലൈനപ്പ് പറഞ്ഞോ. ഇത്തവണ നമ്മുടെ മെയിൻ പ്ലേയേഴ്സിനെ ഒന്നും കളിപ്പിക്കാൻ സാധ്യതയില്ല. പിള്ളേരെ വെച്ച് കളിക്കാനാണ് സാധ്യത. അവര് ചിലപ്പോ ഇതില് കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ട് വരികയും ചെയ്യും. ഇതിൽ നന്നായിട്ട് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് മിഡ്ഫീൽഡിന് ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ മെയിൻ പ്ലെയർ കേർട്ടിസ് ഇഞ്ചേർഡ് ആയി. പിന്നെ ഇപ്പൊ നമ്മുടെ ന്യോനിയൊക്കെ വീണ്ടും നന്നായിട്ട് കളിക്കാനുള്ള സാധ്യതയുണ്ട്. സോബോ ഒക്കെ എത്ര കളിയായി ഇപ്പൊ കളിക്കണം. സോബോന് റെസ്റ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഗോമസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഫുൾ ബാക്സ് ഇപ്പോ എൻഡോ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ റിയോ സ്റ്റാർട്ട് ചെയ്യും. റിയോന് എന്തായാലും ഒരു കഴിഞ്ഞ ദിവസം കുറച്ച് മിനിറ്റ്സ് കൊടുത്തിരുന്നു. റിയോ സ്റ്റാർട്ട് ചെയ്യും. കിയസ സ്റ്റാർട്ട് ചെയ്യും. ഒബിയസ്ലി കിയസ എക്കിറ്റയ്ക്ക് കളിപ്പിക്കാനേ പറ്റുന്നുണ്ടാവില്ല. എക്കിറ്റയ്ക്ക് ഉണ്ടാവും. എക്കിറ്റയ്ക്ക് മറ്റേ വേറെ ഫോർവേഡ് ഇല്ലല്ലോ. 2 ഫോർവേഡിനെ വെച്ചാണല്ലോ ഇപ്പൊ കളിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ബാക്കി ആരൊക്കെ വീണ്ടും വീഡിയോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. കാരണം ഡിഫൻസ് വേറെ ആരും ഇഞ്ചറി ആയല്ലോ. വീണ്ടും ഡാൻസ് കുറച്ചു കാലത്തേക്ക് ഇനി ഉണ്ടാവില്ല. കാരണം വീണ്ടും പ്രശ്നം വീണ്ടും വന്നു. അപ്പൊ ഇനി സർജറി വേണ്ടി വരും. അതിന്റെ റീഹാബിലിറ്റേഷൻ ഒക്കെ കുറച്ച് സമയം എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുണ്ടാവില്ല. എന്തായാലും ഒരു വേറെ ലുക്കുള്ള ഒരു ടീമായിരിക്കും ആ ടീം. അതിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് സീനിയർ പ്ലേയേഴ്സിന്റെ പ്രശ്നവും യങ്സ്റ്റേഴ്സിന്റെ അതാണോ, ഇവര് കുറച്ചും കൂടി ഹങ്കർ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്ലോട്ട് ശരിക്കും യങ്സ്റ്റേഴ്സിനെ വെച്ചത് ഇങ്ങനെയാണ് കളിക്കേണ്ടത്, ഇങ്ങനെയാണ് നമ്മള് കളിക്കാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ നമ്മൾ കളിച്ച് ജയിക്കണം. ഇവരൊക്കെ ഈ ട്രെയിനിങ്ങിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ മിക്കവാറും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള എനർജി, ഇതേ ടാക്ടിക്സ് തന്നെ ഡിഫറെന്റ് എനർജിയില് സ്ലോട്ടിന്റെ ആ ഒരു മറ്റേ സ്ലോട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ മാച്ചിൽ വരാനുള്ള സാധ്യത എല്ലായിടം കാണാനുണ്ട്. അതില് സീനിയേഴ്സ് ഇത് കണ്ട്
പഠിക്കുകയായിരിക്കും. നമുക്ക് നോക്കാം സീനിയർ പ്ലേയേഴ്സ്. സ്വരൂപിന്റെ ബാക്ക് ഫോർ ആരായിരിക്കും? ബാക്ക് ഫോർ റാംസി ചിലപ്പോ കളിപ്പിച്ചു എന്നൊക്കെ വരും. ഗോൾ അടിച്ചു റാംസി. ഇന്ന് ഗോൾ അടിച്ചിട്ടുണ്ട് ആള്. റാംസി സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കാണുന്നുണ്ട്. റോബർട്ട്സൺ എനിവേ ഉണ്ടാവും. നമുക്ക് ക്യാരക്ടേഴ്സ് വേണം, എന്തായാലും മെന്റാലിറ്റി പ്ലേയേഴ്സ് വേണം. പിന്നെ ബാക്ക് സെൻട്രൽ ബാക്ക് ഗോമസ് സ്റ്റാർട്ട് ചെയ്യും. ഗോമസിന്റെ കൂടെ ഇനിയിപ്പോ വില്യംസിനെ ഒക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവർക്ക് രണ്ടുപേരും റെസ്റ്റ് കൊടുക്കണം. നമ്മളിത് ജയിക്കാൻ വേണ്ടിയാണോ കളിക്കണെന്നുള്ളൊരു അവസ്ഥയായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ഐ പ്രോബബ്ലി വുഡ് തിങ്ക് സ്ലോട്ട് റിസ്ക് എടുക്കാൻ ചാൻസ് ഇല്ല. സോ ബ്രാഡ്ലി, ഗോമസ്, BVD, റോബർട്ട്സൺ ആയിരിക്കും. വിത്ത് എങ്ങാനും നമ്മൾ ഗോൾ അടിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ലീഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ BVD is substituted in half time or 60 minutes. അതായിരിക്കും more or less a chance. മിഡ്ഫീൽഡിലേക്ക് എത്തുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ എൻഡോ സ്റ്റാർട്ട് ചെയ്യേണ്ട വേറെ ഒരു വഴി കാണുന്നില്ല. കാരണം വേറെ ആള് പേരിന് പോലും ഇടാൻ പറ്റില്ല. സോ മെക്കാലിസ്റ്റർ എനിവേസ് കഴിഞ്ഞ 2 കളി റെസ്റ്റ് ആയതുകൊണ്ട് ഹി വിൽ സ്റ്റാർട്ട്. അത് ഈ ഇന്റർനാഷണൽ ബ്രേക്കും കൂടി കഴിഞ്ഞാലേ വരുള്ളൂ. വരും ബാറ്റ്സിറ്റിച്ച് വരുന്ന കളിക്കും, അത് ഉറപ്പാ. ബാറ്റ്സിറ്റിച്ച് എനിക്ക് തോന്നണത് മറ്റേ ജൂനിയർ ലെവലില് ജസ്റ്റ് ഒന്ന് കളിച്ചൊന്ന് ആയി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ എന്ന് തോന്നുന്നു ഫസ്റ്റ് ടീമിലേക്ക്. എനിക്ക് അങ്ങനെ തോന്നണേ. ഈ വരുന്ന ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ ബാറ്റ്സിറ്റിച്ച് വരും. അപ്പൊ നമ്മുടെ മിഡ്ഫീൽഡ് കുറച്ചുകൂടി സ്ട്രോങ്. ഈ മാച്ചില് പറ്റുണ്ടാവില്ല. ട്രയോ എന്ന് പറയുന്നത് എൻഡോ, മെക്കാലിസ്റ്റർ ആയിരിക്കും. ആൻഡ് മോർ ഓർ ലെസ് സോബോസ്ലൈ സ്റ്റാർട്ട് ചെയ്യും വിത്ത് വേർഡ്സ് കമ്മിങ് ഇൻ 45. ഫ്രണ്ട് ത്രീയില് ഗാക്പോ വാസ് ബീൻ റെസ്റ്റഡ് ഫോർ ലാസ്റ്റ് 2 games. 90 minutes കളിച്ചിട്ടില്ല. അപ്പൊ ഗാക്പോ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട്സ്. ഗാക്പോ ഗാക്പോസ് ഓൺ ഗെയിം. ഗാക്പോ is going to start. ഗാക്പോ കളിക്കില്ല, റിയോ കളിക്കുള്ളൂ. റിയോ നമ്മുടെ കേസ് പറയണ പോലെ ക്രിസ്റ്റൽ പാലസ് മറ്റേ യൂറോപ്യൻ കളിച്ച ടയർഡ്നെസ് അവർക്കും ഉണ്ട്. അപ്പൊ അവരും സെക്കൻഡ് ടീമിനെ കളിപ്പിക്കാൻ ചാൻസ് ഉള്ളൂ. അത് മാച്ചായി പൊക്കോളും. അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പുതിയ പിള്ളേര് കളിക്കണൊക്കെ കാണാം. ഒരു പ്രതീക്ഷയില്ല ആയിരിക്കും. എല്ലാരും വെറുതെ നിങ്ങൾ പിള്ളേരെ കളിപ്പിക്കും, ഞങ്ങൾ പിള്ളേരെ കളിപ്പിക്കാൻ നേരത്തെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. സ്ലോട്ട് അത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. ലൈനപ്പും സ്ട്രാറ്റജി എന്തായിരിക്കും നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ടീം അതൊരു ട്രോൾ ഉണ്ടായിരുന്നു. മറ്റേ ലോങ് ബോൾ ഒന്നും പാടില്ല പിള്ളേരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഇതാ ലിയോണിയുടെ ഇഞ്ചുറിയാണ്. ഇല്ലെങ്കിൽ VVD ഒക്കെ നല്ലോണം റെസ്റ്റ് കൊടുക്കായിരുന്നു. അത് ലിയോണി മിസ്സായി പോയി. ലിയോണിയുടെ ഇഞ്ചുറി എനിക്ക് തോന്നുന്നു മെക്കാലിസ്റ്റർ കളിക്കും. മിഡ്ഫീൽഡില് കളിക്കും. ന്യോണി, മെക്കാലിസ്റ്റർ ആൻഡ് വേർഡ്സ്, ഇതായിരിക്കും മിഡ്ഫീൽഡ്. സെന്റർ ബാക്ക് കളിക്കാൻ പോണം. റോബർട്ട്സൺ ക്യാപ്റ്റൻ ആയിരിക്കും. എന്നിട്ട് റാംസിയോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ആരെങ്കിലും ഒരു റൈറ്റ് ബാക്ക് വരും. ഫ്രണ്ട് 3 എക്കിറ്റിക്കെ, റിയോ ആൻഡ് Chiesa. I won't be surprised if Salah plays. കാരണം സല ചാമ്പ്യൻസ് ലീഗ് കളിക്കാത്തതുകൊണ്ട് സല മേ ബി ഇൻ ദി ബെഞ്ച്. മോറിസൺ ഒക്കെ ബെഞ്ചിലുണ്ടാവില്ലേ? എനിവേ പ്രഡിക്ഷൻ പറഞ്ഞ് എല്ലാരും പ്രഡിക്ഷൻ പറഞ്ഞ ധൈര്യം നോക്കട്ടെ. കഴിഞ്ഞ ആഴ്ച പ്രഡിക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ പ്രഡിക്ഷനും ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ മാച്ചിന്റെ പ്രഡിക്ഷൻസ് ഒന്ന് ഓർമ്മിപ്പിക്കണം. വേണമെന്നില്ല. പ്രഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു, സ്കോർ ലൈൻ മാറിപ്പോയി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു. കൺസിഡർ ചെയ്യില്ല ഞാൻ പറഞ്ഞു. 2-0 ഞാൻ പ്രതീക്ഷിച്ചത്. ഗണേശൻ തന്നെയാ പറഞ്ഞത്. ഈ മാച്ചിലേക്ക് പോവാ
അതുകൊണ്ടാ ആ. ഇത്തവണത്തെ പ്രഡിക്ഷനിൽ എഴുതി വെച്ചോ, അത് കറക്റ്റ് ആയിരിക്കും. ഹോം ഗെയിം ആണ്, നമ്മൾ ക്വാളിഫൈ ആവും. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ഫാൻസ് എങ്കിലും ഒച്ച ഉണ്ടാക്കിയിട്ടെങ്കിലും കളി അപ്പുറത്തേക്ക് എത്തിക്കും. ബട്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി എ ബാസ്കറ്റ്ബോൾ ഓർ ടെന്നീസ് കൈൻഡ് ഓഫ് സ്കോർ ആയിരിക്കും. ഒരു 3-2 ലാസ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് അവസാനത്തെ ഒരു 10-15 മിനിറ്റിലേക്കുള്ള ഒരു എങ്ങനെയെങ്കിലും ഗോൾ അടിച്ച് ജയിക്കുക. ഈവൻ പെനാൽറ്റീസ് ഫോർ ദാറ്റ് മാറ്റർ. ആ റേഞ്ചിലേക്ക് പെനാൽറ്റി വേണ്ട, ഞങ്ങൾക്ക് 90 മിനിറ്റ് കളി കണ്ടാ മതി. അതെ, അല്ല നമ്മള് ജയിക്കും കേട്ടോ. ഒരു ഗോൾ അവരും നമ്മൾ 2 ഗോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. 2-1. കാരണം അങ്ങനെ ഒരുപാട് കളിച്ച് പരിചയമുള്ള ആൾക്കാരല്ലല്ലോ കളിക്കുണ്ടാവുക. യങ്സ്റ്റേഴ്സ് ആയിരിക്കും, ആ ഒരു സിങ്ക് ഒക്കെ കുറവായിരിക്കും 2 ടീമിലും. 2-0 അല്ലെങ്കിൽ 2-1 എന്നല്ല, അതായത് നമ്മൾ 2 ഗോൾ അവര് ഗോൾ. ഇസാക്ക് ഫിറ്റ് അല്ലാന്ന് തോന്നുന്നല്ലേ? ഇസാക്ക് ഇല്ല, ആലിസൺ ഇല്ല, പ്രിംപോങ് ഇല്ല, ഇസാക്ക് ഇല്ല, ഗ്രാവൻബച്ച് ഇല്ല, കേർട്ടിസ് ഇല്ല. കൺഫേം മാമൻഡാഷിൽ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നൊരു ഇത് കേട്ടൂലോ. അയാളെ റെസ്റ്റ് ചെയ്യിക്കുന്നു. പറഞ്ഞോളൂ. ഓക്കെ, നമ്മള് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് തോന്നുന്നു. ഇനിയിപ്പോ കളി കാണുന്നവർക്കായിട്ട് ഈ മിഡ് വീക്ക് നമ്മുടെ അല്ലാത്ത വേറെ മാച്ചസ്, കാരബാവോ, ആർസണൽ ആർ പ്ലേയിങ് ബ്രൈറ്റൺ. ഗുഡ്, ഒരു നല്ല മാച്ച് ഉണ്ട്. ന്യൂകാസിൽ ആർ പ്ലേയിങ് സ്പേഴ്സ്. വോൾവ്സ് will be a very high scoring. Wolves ആരും കളിപ്പിക്കില്ല. They want to survive in the Premier League. ഒരു സ്പെഷ്യൽ മെൻഷൻ, Grimsby Town is still in Carabao Cup. So അവര് I hope they'll have a good result. Who are they playing actually? Grimsby are playing Brentford. Away ആണ്, Grimsbyയുടെ home ആണ്. So don't count them out. റെക്സാം പുറത്തായോ? So I think we've covered almost everything. ഇല്ല, actually Wrexham പുറത്തായിട്ടില്ല. They won with Reading. Wrexham actually ഉണ്ട്. റീഡിങ്ങിനോട് അവർ ജയിച്ചതാണ് ലാസ്റ്റ് മാച്ച്. ഉണ്ട്, കാർഡിഫിന്റെ മാച്ച്. കാർഡിഫ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി എക്സ്പ്ലോസീവ് സാധനങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷെ എല്ലാരും എനിക്ക് തോന്നുന്നു ഇന്ന് തണുത്തുപോയി. ഗണേഷ് ഇല്ലാത്തതിന്റെ ഏതാ? ഗണേഷ് ഇല്ലാത്തതിന്റെ. അപ്പോ I think overall we've covered almost all the before games. we start a special mention for El Clasico actually. Very open game it was. നമ്മുടെ റീസെന്റ് ഹിസ്റ്ററി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. ആൻഡ് അവസാനത്തേക്ക് ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിട്ട് പെഡ്രിയുടെ റെഡ് കാർഡ്, അത് കഴിഞ്ഞിട്ട് ടച്ച് ലൈനിലുള്ളത് മിലിറ്റാവും നമ്മൾ ബാക്കിയുള്ളവരുള്ള അടി, made it a grand finale. 5 points lead already for Real Madrid. 5 point lead in La Liga is, I think it's a considerable lead അല്ലേ? യമാലിനെ നല്ലോണം കൂട്ടിയിടുകയും ചെയ്തു ഈ മാച്ചില് റയല്. അത് യമാലിനൊക്കെ പഠിച്ചു തുടങ്ങി തോന്നുന്നു അല്ലെ? യമാലിനെതിരെ ജൂഡ് വന്നു. എംബാപ്പെ has been an excellent form. എംബാപ്പയ്ക്ക് ഒരു ബാലൻ ഡോർ കിട്ടണം എന്നുള്ളൊരു കളിയാണ് കളിക്കുന്നത് പുള്ളിക്ക്. അവന് മുമ്പ് വേറെ ആൾക്കാർ കിട്ടി എന്നുള്ള സങ്കടം കൂടി ഉള്ളത് കൊണ്ട് ഐ തിങ്ക് റയൽ മെഡ്രിഡ് ദിസ് സീസൺ I've seen most of their games very efficient. Nothing നമ്മൾ ലെവർകൂസനിൽ പ്രതീക്ഷിച്ച വാവ് ഒന്നും ഇല്ല. They've been very efficient. ഒന്നുമില്ല. നമ്മൾ കുറെ സംസാരിച്ചിരുന്നു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് whether they'll play that 3 at the back with the ഒന്നുമില്ല. He's playing like proper to win the trophies. Because he knows മെഡ്രിഡിൽ അലോൺസോ ആണെങ്കിലും ആരാണെങ്കിലും ട്രോഫി ജയിച്ചില്ലെങ്കിൽ അടുത്ത് പുറത്താണ്. ആൻഡ് ഇറ്റ്സ് ഡൂയിങ് ഗുഡ് ജോബ്. ഇനിയിപ്പോ ഇഞ്ചുറീസ് കഴിഞ്ഞിട്ട് എല്ലാരും തിരിച്ചു വരുന്നുണ്ട് തോന്നുന്നു. ജൂഡ് വന്നു, ഇനിയിപ്പം ഐ തിങ്ക് വരാറായി. നമ്മുടെ മെഡ്രിഡിനെ കുറിച്ച് നമ്മൾ ഇത്രയും പറയാൻ കാരണം 2 കളി കഴിഞ്ഞാൽ നമ്മൾ മെഡ്രിഡ് കൂടിയാണ് കളിക്കാൻ പോകുന്നത്. അതിന്റെ റിവ്യൂ ഒക്കെ നമുക്ക് ചെയ്യേണ്ടതാണ്. എന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഫാൻ ബേസിനോടായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആർക്കും പറയാനുണ്ടെങ്കിൽ പറയാം. ഫാൻ ബേസിനോട് പറയാനുള്ളത്, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങള് ഒരു മറ്റു ക്ലബുകൾ കടക്കുന്ന നോക്കിയിട്ടൊന്നും പറയണ്ട. നമ്മളൊരു ലോങ് ടേം പരിപാടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതില് ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസൺ നോക്കണ്ട, ഈ സീസണില് സ്ലോട്ട് അതിലേക്ക് എത്തിക്കും.
അതിന് FSGയും അതുപോലെ റിച്ചാർഡ് ഹ്യൂഗ്സിന്റെ ഒരു കോൺട്രിബ്യൂഷനും ഒക്കെ അതിലുണ്ട്. അത് എല്ലാവരും ചേർന്നിട്ട് ഇത് സോൾവ് ചെയ്ത് ഒരു ലോങ് ടേം വിഷനിലേക്ക് പോവുകയാണ്. നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് ഫാൻസിനോട് പറയാനുള്ളത്. നമ്മളും ട്രസ്റ്റ് പ്രോസസ് പറയാൻ തുടങ്ങിയില്ലേ? അതെ 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 അതെ. On that note, I think we can wind up. We will be back this time. I think we are planning. ഇവരും മറ്റേ പ്രഡിക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇടാട്ടോ. നിങ്ങൾക്കും കമന്റില് പ്രഡിക്ഷൻസ് ഒക്കെ ഇടാം. നിങ്ങളുടെ അടുത്ത മാച്ച്. അതെ, നമ്മൾ വിട്ടുപോയ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കമന്റ്സ് ഒക്കെ ആയിട്ട് എഴുതാട്ടോ. നമ്മളതൊക്കെ വായിക്കുന്നുണ്ട്. നമ്മളത് അതില് നമുക്ക് അവിടെയും ഡിസ്കഷൻ നടത്താം. ബാക്കി ഡിസ്കഷൻ ഒക്കെ അല്ലെ, അങ്ങനെയല്ലേ? അപ്പോ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് നൗ. ഇനിയിപ്പം പറയാനുള്ളതൊക്കെ പറഞ്ഞു. We'll be back this time. We're planning to do right after our Carabao game. Our Carabao games കഴിഞ്ഞിട്ട് we'll do a preview and a review and a preview. So on that note, hoping for a win against Palace at last, and hoping for lots of goals and lots of fun. Yes. Bye. Yeah.